ഗുഡ് മോർണിംഗ് 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് ജനുവരി 7 ഞായറാഴ്ചയാണ്. ധനു 22. 100 ന്യൂസ് തുടങ്ങുന്നു. 100 വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെന്ന് FIR. പ്രകോപനമുണ്ടാക്കിയത് കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധുവായ പാൽരാജ്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. പ്രതിയെ ഇന്ന് മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് വണ്ടിപ്പെരിയാറിൽ സ്ത്രീ ജ്വാല. വൈകിട്ട് 3-ന് വണ്ടിപ്പെരിയാറിൽ നടക്കുന്ന പരിപാടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ സഖ്യത്തിന്റെ 2ാം ഘട്ട സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് മുതൽ. കോൺഗ്രസ് രൂപീകരിച്ച ദേശീയ സഖ്യസമിതി മുന്നണിയിലെ പാർട്ടികളുമായി ചർച്ച നടത്തും. നാളെയും മറ്റന്നാളും നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടക്കും. പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ സീറ്റുകളിൽ തർക്കം തുടരുകയാണ്. പശ്ചിമബംഗാളിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നിലപാട് കടുപ്പിച്ച് രാജ്ഭവൻ. ഒളിവിൽ പോയ അക്രമിയെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ ഗവർണറുടെ നിർദ്ദേശം. എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും മുന്നറിയിപ്പ് നൽകി. പ്രതി ഷാജഹാൻ ഷെയ്ഖ് സംസ്ഥാനം വിട്ടതായി റിപ്പോർട്ടുകൾ. വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് പരിഹാരമായി സമഗ്ര പദ്ധതി തയ്യാറാകുന്നു. പദ്ധതി നടപ്പിലാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തിൽ നബാർഡിന്റെ സഹായത്തോടെ. 300 കോടിയോളം രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വനം വകുപ്പ്. തമിഴ്നാട് പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളിൽ ഇന്ന് ഹർത്താൽ. വ്യാപാരി സംഘടനയുടെ നേതൃത്വത്തിൽ കടകളടച്ച് പ്രതിഷേധിക്കും. ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളുടെ അതിർത്തികളിൽ വാഹനങ്ങൾ തടയുമെന്ന് പ്രഖ്യാപനം. കോട്ടയം നഗരസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി തോമസ് ചാഴികാടൻ MP ഫണ്ടിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികളിൽ നഗരസഭ വീഴ്ച വരുത്തിയെന്ന വിമർശനം. 26 ലക്ഷം രൂപയുടെ പദ്ധതികൾ മുടങ്ങിയെന്നും തോമസ് ചാഴികാടൻ 24-നോട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ദിവസം മഴ തുടരും. എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യത. കേരള തീരത്ത് മീൻപിടുത്തത്തിന് തടസ്സമില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ അവസാനിക്കാനിരിക്കെ 674 പോയിന്റുമായി കണ്ണൂർ 1ാമത്. പാലക്കാടും കോഴിക്കോടും തൊട്ടുപിന്നിൽ. മോണോ ആക്ടും പെൺകുട്ടികളുടെ മിമിക്രിയും ഉൾപ്പെടെയുള്ള ജനപ്രിയ ഇനങ്ങൾ ഇന്ന് വേദിയിൽ. ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. ഇന്നലെയും എത്തിയത് 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ. അവധി ദിനമായതിനാൽ ഇന്നും തിരക്ക് വർദ്ധിക്കാൻ സാധ്യത. അരവണ വിതരണത്തിലെ പ്രതിസന്ധി തുടരുന്നു. ഹമാസ് നേതാവ് സാലി അൽ അറൂറിയുടെ വധത്തിന് തിരിച്ചടിയായി ലെബനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ആക്രമണം. മെറോൺ വ്യോമതാവളം ലക്ഷ്യമിട്ട് വിക്ഷേപിച്ചത് 62 റോക്കറ്റുകൾ. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് വരുന്നു. ഹമാസിന്റെ തുരങ്കങ്ങളിൽ സന്ദർശനം നടത്തി പ്രതിരോധ സേനാ മേധാവി ഹെർസി ഹാലനി. മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനായി സിറോ മലബാർ സഭാ സിനഡിന് നാളെ തുടക്കമാകും. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ സഭാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കവും ചർച്ചയാകും. കാട്ടാക്കട പൂവച്ചലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ വിശദമായ അന്വേഷണം നടത്താൻ പോലീസ്. മൃതദേഹത്തിൽ മുറിവേറ്റ പാടുകൾ കണ്ടതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. യുവാവിന്റെ പിതാവും സഹോദരങ്ങളും നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ. മധ്യപ്രദേശിൽ അനധികൃതമായി പ്രവർത്തിച്ച അനാഥാലയത്തിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ വിശദീകരണവുമായി പോലീസ്. പെൺകുട്ടികൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടാകാമെന്ന് പോലീസ്. പെൺകുട്ടികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. കേരളത്തിലെ പ്രധാന വാർത്തകൾ. പുതിയ ഭിന്നശേഷി കമ്മീഷണറെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ ഉടൻ കടക്കും. ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബ കേസിന്റെ കാലാവധി നീട്ടി. പുതിയ കമ്മീഷണർ ചുമതല ഏറ്റെടുക്കുന്നവരെയാണ് പുനർനിയമനം. പത്തനംതിട്ട കൂടലിൽ അയ്യപ്പ ഭക്തരുടെ കാർ നിയന്ത്രണം വിട്ട് മതിലിടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. വയനാട് ജില്ലയിൽ വിളവെടുപ്പ് സമയത്തെ അപ്രതീക്ഷിത മഴ കർഷകർക്ക് ദുരിതമാകുന്നു. കാപ്പി, നെല്ല് കർഷകർ ദുരിതത്തിൽ. കാപ്പി ഉണങ്ങാത്തത് പ്രതിസന്ധി.
മലപ്പുറം ചേലേമ്പ്രയിൽ കൊയ്യാറായ 8 ഏക്കറിലെ നെൽകൃഷി മഴയിൽ നശിച്ചു. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കൃഷി ഓഫീസറെ സമീപിച്ച് കർഷകർ. ആദിവാസികൾക്ക് ഭീഷണിയായി മലപ്പുറം ചാലിയാർ തീരത്ത് തമ്പടിക്കുന്ന ആനക്കൂട്ടം. മുണ്ടേരി ഇരുട്ടുകുത്തിക്കടവിലും പരിസരത്തുമാണ് ആനക്കൂട്ടം പതിവായി എത്തുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വൻ കഞ്ചാവ് വേട്ട. 80 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. കാട്ടാക്കട സ്വദേശികളായ സിബിൻ രാജ്, ഗോകുൽ കൃഷ്ണ, അരുൺകുമാർ എന്നിവരാണ് പിടിയിലായത്. പാലക്കാട് മംഗലം ഡാം നേർച്ചപ്പാറയിൽ വീണ്ടും കാട്ടാനയെത്തി. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 40ഓളം കുടുംബങ്ങൾ ആശങ്കയിൽ. പുതുവർഷത്തിൽ മികവിന്റെ പുതിയ ചുവടുവയ്പ്പുകളുമായി IIT പാലക്കാട്. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ 20 ഏക്കറിൽ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ പാർക്ക് നിർമ്മിക്കും. പാലക്കാട് ചല്ലിക്കൽ വിറലോടി പാടശേഖരത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 4 ഏക്കർ സ്ഥലത്തെ നെൽകൃഷി നശിപ്പിച്ചു. നഷ്ടപരിഹാരം വേണമെന്ന് കർഷകർ. കനത്ത മഴയെ തുടർന്ന് തൃശൂർ മുരിയാട് കോന്തിപ്പുലം കോൾപ്പാടത്ത് 5000 ഏക്കർ നെൽകൃഷിയിൽ വെള്ളം കയറി. നഷ്ടപരിഹാരം വേണമെന്ന് കർഷകർ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വില്ലാഞ്ചിറയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിൽ തോപ്രാംകുടിയിലെ മികച്ച കർഷകന്റെ കുരുമുളക് ചെടികൾ വെട്ടിനശിപ്പിച്ച പ്രതികൾ ഇപ്പോഴും ഒളിവിൽ. 5 ദിവസമായിട്ടും പ്രതികളെ പിടികൂടാനായില്ല. വെട്ടിനശിപ്പിച്ചത് 40 സെന്റ് സ്ഥലത്തെ കൃഷി. ആലപ്പുഴ ഹരിപ്പാട് സൈക്കിൾ മാറ്റിവെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് വയോധികൻ അടിയേറ്റ് മരിച്ചു. വിയപുരം കാരിച്ചാൽ തുണ്ടിൽ TM ജോസഫാണ് മരിച്ചത്. നന്ദൻകിരിൽ കോളനിയിൽ ദയാനന്ദൻ കസ്റ്റഡിയിൽ. ആലപ്പുഴ ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിൽ സാമൂഹിക വിരുദ്ധ ശല്യം ഏറുന്നതായി പരാതി. വാഹനങ്ങളിൽ നിന്ന് പെട്രോൾ ഊറ്റുന്നത് പതിവായെന്നും ആക്ഷേപം. പ്രവാസി വേൾഡ് മലയാളി കൗൺസിലിന്റെ ഉദ്ഘാടന സമ്മേളനം ബഹ്റൈനിൽ നടന്നു. പ്രവാസി വേൾഡ് മലയാളി കൗൺസിൽ ചെയർമാൻ ഡോക്ടർ രാജ്മോഹൻ പിള്ള, പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് ഈപ്പൻ, വൈസ് പ്രസിഡന്റ് കണ്ണത്ത് സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ എംബസി സെക്രട്ടറി രവികുമാർ ജെയിൻ മുഖ്യ അതിഥിയായി. നോക്കാം പ്രധാന അറിയിപ്പുകൾ. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ വികസന സൊസൈറ്റിയുടെ കീഴിൽ ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ. തിരുവനന്തപുരം കൈമനത്തുള്ള സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിൽ ഗസ്റ്റ് പാർട്ട് ടൈം ഹിന്ദി ലെക്ചറർ തസ്തികയിൽ താൽക്കാലിക നിയമനം. അഭിമുഖം ഈ മാസം 10-ന്. തിരുവനന്തപുരം സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ താൽക്കാലിക തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 12 വരെ അപേക്ഷിക്കാം. തിരുവനന്തപുരം നെടുമങ്ങാട് പൂവത്തൂർ ഗവൺമെന്റ് HSSൽ കെമിസ്ട്രി അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം നാളെ രാവിലെ 10-ന്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂളിൽ ഹാജരാകണം. തിരുവനന്തപുരം പാലോട് ജവഹർ കോളനി ഗവൺമെന്റ് HSSൽ UP വിഭാഗത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 10-ന്. തിരുവനന്തപുരം കഴക്കൂട്ടം സർക്കാർ വനിതാ ITIയിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 8-ന് രാവിലെ 10 മണിക്ക്. ഇനി ദേശീയ വാർത്തകൾ. ബിൽക്കീസ് ബാനോ കൂട്ടബലാത്സംഗ കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷിക്കപ്പെട്ട 11 പ്രതികളെയും ജയിൽ മോചിതരാക്കിയ ഗുജറാത്ത് സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ വിധി നാളെ. വിധി പറയുക ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച്. അതിശൈത്യത്തിൽ വലഞ്ഞ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. പലയിടത്തും കാഴ്ചപരിധി 50 മീറ്ററിൽ താഴെയായി. ഡൽഹിയിൽ വായുമലിനീകരണവും രൂക്ഷം. മഹാദേവ് ബെറ്റിംഗ് ആപ്പ് കേസിലെ അനുബന്ധ കുറ്റപത്രത്തിൽ പേര് ചേർത്തതിന് പിന്നാലെ ഇഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ. എൻഫോഴ്സ്മെന്റ് നടപടി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം. രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ ED ഇല്ലാ കഥകൾ മെനയുകയാണെന്നും വിമർശനം. മണിപ്പൂർ കലാപം നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണ പരാജയമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. ലക്ഷദ്വീപിൽ പോയി കടലിൽ നീന്താനും പുതിയ ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനും പ്രധാനമന്ത്രിക്ക് സമയമുണ്ട്. ക്രമസമാധാന നില കൈവിട്ടിട്ടും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറാവുന്നില്ലെന്നും മല്ലികാർജുൻ ഖർഗെ.
അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് ജയം ഉറപ്പെന്ന് ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ. 2027 ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും നദ്ദ. പശ്ചിമബംഗാളിൽ തൃണമൂൽ അധികാരത്തിൽ തുടരുന്നത് ദേശസുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് ബി.ജെ.പി. ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് തൃണമൂലിന്റെ വോട്ട് ബാങ്കായ അനധികൃത കുടിയേറ്റക്കാരനാണെന്നും ബി.ജെ.പി ഐ.ടി സെൽ തലവൻ അമിത് മാളവ്യ. പൂനെയിലെ ഗുണ്ടാ തലവൻ ശരത് മോഹലിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ 8 പ്രതികൾ ഉൾപ്പെടെ 2 അഭിഭാഷകരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മൊഹോളിനെ കൊലപ്പെടുത്തിയത് സാമ്പത്തിക തർക്കത്തെ തുടർന്നെന്ന് പോലീസ്. ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയുടെ കൂട്ടാളികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി NIA. ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. കൊൽക്കത്തയിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന യൂത്ത് ബ്രിഗേഡ് റാലി ഇന്ന്. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം. രാജ്യാന്തര വാർത്തകൾ. പ്രതിപക്ഷ കക്ഷികളുടെ ബഹിഷ്കരണത്തിനിടെ ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. നിലവിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് 5-ാം ഊഴം ലഭിക്കുമെന്ന് വിലയിരുത്തൽ. വോട്ട് രേഖപ്പെടുത്തുക 170 ദശലക്ഷം ആളുകൾ. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമല്ലെന്ന് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ. ജപ്പാനിലെ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 126 ഉയർന്നു. 210 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് അധികൃതർ. മോശം കാലാവസ്ഥയും മഞ്ഞുവീഴ്ചയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി. കിഴക്കൻ യുക്രൈനിലെ പൊക്രോവ്സ്കിൽ റഷ്യൻ മിസൈൽ ആക്രമണം. 11 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 5 കുട്ടികളും. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി, വി മുരളീധരൻ എന്നിവർ ഇന്ന് സൗദിയിലെത്തി. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഹജ്ജ് കരാറിൽ ഒപ്പുവയ്ക്കും. ജിദ്ദയിലെ ഇന്ത്യൻ സമൂഹവുമായി മന്ത്രിമാർ സംവദിക്കും. UAE മന്ത്രിസഭയിൽ സുപ്രധാന മാറ്റം. ബഹിരാകാശ യാത്രികൻ സുൽത്താൻ അൽ നയാദി യുവജനക്ഷേമ മന്ത്രി. ധനമന്ത്രി മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് ധനകാര്യ സാമ്പത്തിക ചുമതലയുള്ള ഉപപ്രധാനമന്ത്രി. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനം മാർച്ച് 7-ന്. സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗം നടത്താൻ ജോ ബൈഡനെ ക്ഷണിച്ച് ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ. സുഡാനിൽ അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സുമായി അനുരഞ്ജനത്തിന് തയ്യാറല്ലെന്ന് സുഡാനീസ് സായുധ സേനാ മേധാവി അബ്ദുൽ ഫത്ത അൽ ബുർഹാൻ. ഇരു സൈനിക വിഭാഗവും തമ്മിലുള്ള ആഭ്യന്തര കലാപം ആരംഭിച്ചത് കഴിഞ്ഞ ഏപ്രിൽ 15-ന്. അലക്സാണ്ടർ ചക്രവർത്തി രാജാവായി കിരീടമണിഞ്ഞ വടക്കൻ ഗ്രീസിലെ കൊട്ടാരം സന്ദർശകർക്കായി വീണ്ടും തുറക്കും. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് രണ്ടാമന്റെ പേരിലുള്ളതാണ് ഈ കൊട്ടാരം. മയക്കുമരുന്ന് കടത്തും ക്രിമിനൽ പ്രവർത്തനങ്ങളും കണ്ടെത്താൻ കൊളംബോ വിമാനത്താവളത്തിൽ ഓട്ടോമേറ്റഡ് ഫേസ് റെക്കഗ്നിഷൻ സംവിധാനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് സംവിധാനം. ബിസിനസ് ന്യൂസ്. അയോധ്യയിലെത്തുന്ന ഭക്തർക്കായി ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. മുനിസിപ്പൽ കോർപ്പറേഷനുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് പേടിഎം. ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുടെ പട്ടികയിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ. അമേരിക്കയാണ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. വിവരങ്ങൾ പുറത്തുവിട്ട് ദ വേൾഡ് റാങ്കിംഗ്. വിമാന ഇന്ധന വിലയിൽ കുറവ് വന്നതോടെ ടിക്കറ്റുകളിൽ ഈടാക്കിയിരുന്ന സർചാർജ് നീക്കം ചെയ്യാൻ കമ്പനികൾ. സർചാർജ് നീക്കുമെന്ന പ്രഖ്യാപനവുമായി ഇൻഡിഗോ. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ പുതിയ പാഠ്യപദ്ധതിയുമായി പോർച്ചുഗൽ. പഠന കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് ശമ്പള ബോണസ് നേടാവുന്ന പദ്ധതി പ്രഖ്യാപിച്ചു. ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ ഓരോ വർഷത്തിനും €697 വാർഷിക ബോണസും ബിരുദാനന്തര ബിരുദത്തിന്റെ ഓരോ വർഷത്തിനും €1500 ലഭിക്കും. ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ വാഡ് വിസാർഡ് ഇന്നൊവേഷന് വാഹന വിതരണത്തിൽ വമ്പൻ വളർച്ച. 2023 ഡിസംബറിൽ കമ്പനി വിറ്റഴിച്ചത് 3543 യൂണിറ്റ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ഓഹരികളിൽ മുന്നേറ്റം. വിപണി മൂല്യം 2 ലക്ഷം കോടി രൂപയിലെത്തി. നെസ്ലെ ഇന്ത്യയുടെ ഓഹരികൾ വിഭജനത്തിന് ശേഷമുള്ള ആദ്യ വ്യാപാരത്തിൽ ഇടിവ്. ഓഹരികളുടെ അമിതമായ വിൽപ്പനയാണ് വിലയിലെ ഇടിവിന് കാരണമായത്. 3-ാം പാദത്തിൽ വേദാന്തയുടെ അലുമിനിയം ഉൽപ്പാദനത്തിൽ 6% വർധന. അലുമിനിയം ഉൽപ്പാദനം 5,66,000 ടണ്ണിൽ നിന്ന്
5,99,000 ടണ്ണിലെത്തി. കമ്പനികളുടെ സ്ത്രീ പുരുഷ ലിംഗവേതന വ്യത്യാസങ്ങൾ തുറന്നുകാട്ടാൻ ഓസ്ട്രേലിയ വൻകിട കമ്പനികളിലെ വേതന കണക്കുകൾ പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി കാറ്റി ഗലഗർ. വരുമാന സമത്വം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ചൈന, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഇറക്കുമതി തടയാൻ കേന്ദ്രം. ആഭ്യന്തര ഉൽപ്പാദകരെ സഹായിക്കാനാണ് നടപടി. സ്പോർട്സ് ന്യൂസ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിൽ തിരിച്ചെത്തിയേക്കും. ഈ മാസം 11 ആരംഭിക്കുന്ന പരമ്പരയിൽ ആകെയുള്ളത് 3 മത്സരങ്ങൾ. ബ്രസീൽ ദേശീയ ടീമിന്റെ താൽക്കാലിക പരിശീലകനായിരുന്ന ഫെർണാണ്ടോ ദിനിസിനെ പുറത്താക്കി. ഫെർണാണ്ടോ ദിനിസ് ആകെ 6 മത്സരങ്ങളിലാണ് ബ്രസീലിനെ പരിശീലിപ്പിച്ചത്. അർജന്റീനയും ഇറ്റലിയും വീണ്ടും നേർക്കുനേർ. കോപ്പ അമേരിക്ക, യൂറോ കപ്പുകൾക്ക് മുന്നോടിയായാണ് മത്സരം സംഘടിപ്പിക്കുക. മത്സരത്തിന് അമേരിക്ക വേദിയായേക്കും. വിഖ്യാത ബ്രസീലിയൻ ഫുട്ബോളർ മെറിയോ സഗാലോ അന്തരിച്ചു. കുടുംബം തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ മരണവിവരം അറിയിച്ചത്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിനുള്ള ഇന്ത്യ എ ടീമിനെ പ്രഖ്യാപിച്ചു. 13 ഇന്ത്യ എ ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുവതാരം സർഫറാസ് ഖാൻ, സായ് സുദർശൻ തുടങ്ങിയവർ ടീമിൽ. രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ച് പുതിയ ചരിത്രമെഴുതി ബീഹാർ താരം വൈഭവ് സൂര്യവംശി. 12 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് താരം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറിയത്. ശ്രീലങ്ക സിംബാബ്വെ ആദ്യ ഏകദിനം മഴ മൂലം ഉപേക്ഷിച്ചു. ശ്രീലങ്കയുടെ ആദ്യ ബാറ്റിംഗ് പിന്നിട്ടപ്പോഴേക്കും മത്സരം മഴ തടസ്സപ്പെടുത്തി. രണ്ടാം ഏകദിനം നാളെ കൊളംബോയിൽ. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് 2023 മികച്ച ടീമിനെ പ്രഖ്യാപിച്ചു. പട്ടികയിൽ ഇടം പിടിച്ച് അർജന്റീൻ സൂപ്പർ താരം ലിയണൽ മെസ്സി. ക്രിസ്ത്യാനോ റൊണാൾഡോ പുറത്തായി. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ കാണാം. ധനുഷ് നായകനാകുന്ന ചിത്രം ക്യാപ്റ്റൻ മില്ലറിന്റെ ട്രെയിലർ പുറത്ത്. അരുൺ മാതേശ്വരാണ് സംവിധാനം. ചിത്രം ഈ മാസം 12-ന് തിയേറ്ററുകളിലെത്തും. உன்ன மாதிரி நானும் ஒரு கொலைகாரனா இருந்திருந்தா அவனை நானே கொன்னுருப்பேன். எனக்கு அவ சாகணும். கெட்டவனை கொண்டு இருக்க நல்லவனை தானே இருப்ப. ஊர்க்காரங்களுக்கு துரோகி. உண்மையிலே நீ யாரு? நீ யாரு, உனக்கு என்ன வேணுங்கிறத பொறுத்து நான் யாருங்கிறது மாறும். മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം മലൈക്കോട്ടെ വാലിബന്റെ ഒഫീഷ്യൽ പോസ്റ്റർ പുറത്ത്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ മാസം 25-ന് റിലീസ് ചെയ്യും. നാഗചൈതന്യയും സായി പല്ലവിയും പ്രധാന വേഷങ്ങളിലെത്തുന്ന പ്രണയ ചിത്രം തൻഡേലിന്റെ ടീസർ പുറത്ത്. ചിത്രത്തിൽ മത്സ്യത്തൊഴിലാളിയുടെ വേഷത്തിലാണ് നാഗചൈതന്യ എത്തുന്നത്. ചന്തു മൊണ്ടേതിയാണ് സംവിധാനം. గుర్తెట్టుకో, ఈ పాలి ఆట గురి తప్పేదే లేదేస్. ఇక రాజులమ్మ జాతరే. पाकिस्तानी वार्ड में इलीगल एंट्री हुई है, ऑफिसर को इमीडिएट गिरफ्तार करो. ఏంట్రా దేశభక్త, అది కూడా మీ దేశానికే? మా నుండి ఊడిపోన ఒక మొక్క మీకే అంతుంటే
ఆ మొక్కని ముస్టేసిన మాకెంతుండాలి? तेरे पाकिस्तानी अड्डा में पेट के बता रहा हूं. भारत माता की जय. പുതിയ സിനിമ പ്രഖ്യാപിച്ച് രമേഷ് പിഷാരടി ഒരുക്കുന്ന മൂന്നാമത്തെ ചിത്രമാണിത്. ചിത്രത്തിൽ നായകനായെത്തുക സൗബിൻ ഷാഹിർ. ശിവ ദാമോദർ, അക്ഷര നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന പേപ്പട്ടി എന്ന സിനിമയുടെ ട്രെയിലർ പുറത്ത്. സലീം ബാബയാണ് സംവിധാനം. പിന്നെ ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് നോക്കാൻ മേലാത്ത നീയൊക്കെയാ വലിയ CC പിടുത്തക്കാരാന്ന് പറയുന്നത്. ന്യായമല്ല സാറേ, അന്യായം. വന്നല്ലോ മുതലേ. സുൽത്താന ഇപ്പൊ തന്നെ കൈ പോയ കാശിന് കൈ കണക്കൂല്ല. അല്ല, അത് പണ്ടത്തെ പണിക്കാരന്റെ മകനാന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും ഇനി വേണ്ട. ഇവിടെ കുറച്ച് കള പറിച്ച് ഞാറുതട്ടും കൂടാന്ന് പറടാ. ചേച്ചിക്ക് ആള് മനസ്സിലായില്ലേ? കള്ള തിരുമാലി. ശിവദ, ചന്ദുനാഥ്, അപർണദാസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം സീക്രട്ട് ഹോമിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. അഭയകുമാർ കെ ആണ് സംവിധാനം. ചിത്രം അടുത്ത മാസം തിയേറ്ററുകളിലെത്തും. AM സിദ്ദിഖ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന LLBയിലെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. അനൂപ് മെനൻ, ശ്രീനാഥ് ഭാസി, വിശാഖ് നായർ, അശ്വത് ലാൽ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തും. ചിത്രം ഈ മാസം 19 തിയേറ്ററുകളിലേക്കെത്തും. ടൊവിനോ ചിത്രം നടികർ തിലകം ചിത്രീകരണം പൂർത്തിയായി. ലാൽ ജൂനിയറാണ് സംവിധാനം. ടൊവിനോ തോമസും സൗബിൻ ഷാഹിറും സുപ്രധാന വേഷങ്ങളെത്തുന്ന ചിത്രത്തിൽ ഭാവന, ബാബു വർഗീസ്, സുരേഷ് കൃഷ്ണ എന്നിവരും അഭിനയിക്കുന്നു. നവാഗതനായ മുജീബ് ടി മുഹമ്മദ് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന 5-ാം വേദം എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തിറങ്ങി. പുതുമുഖം വിഹാൻ വിഷ്ണുവാണ് നായകൻ. നയൻതാരയുടെ അറം എന്ന ചിത്രത്തിലൂടെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച തമിഴകത്ത് ശ്രദ്ധേയയായ സുനു ലക്ഷ്മിയാണ് നായിക. GKN പിള്ള, ശിവാനി, ദേശീയ അവാർഡ് ജേതാവ് ആദിഷ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന അങ്കിളും കുട്ടികളും എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. GKN പിള്ളയാണ് ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംവിധാനം എന്നിവ. വൈറൽ ട്രെൻഡ്സ്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഒരു പന്നിയുടെ വീഡിയോ. തലയിൽ ലൈറ്റും വെച്ച് കോളിഫ്ലവർ പറിച്ചു തിന്നുന്നത് വീഡിയോയിൽ കാണാം. സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടി പുഴയിലെ വെള്ളത്തിനടിയിലെ മനോഹര ദൃശ്യങ്ങൾ പകർത്തുന്ന യുവാവിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറൽ. വീഡിയോ പകർത്താൻ മൊബൈൽ ഫോൺ വെള്ളത്തിലിറക്കുന്നതും കാണാം. ഫാക്ട് ചെക്ക്. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീടുകളിൽ നേരിട്ടെത്തി ക്ഷണിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. ഉജ്ജ്വല ഗ്യാസ് പദ്ധതിയുടെ 10ാമത്തെ കോടി ഗുണഭോക്താവിന്റെ വീട് പ്രധാനമന്ത്രി സന്ദർശിച്ചതിന്റെ ദൃശ്യങ്ങളാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ബംഗ്ലാദേശിലെ പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വ്യാപക അക്രമം. 14 പോളിംഗ് കേന്ദ്രങ്ങളും 2 സ്കൂളുകളും അഗ്നിക്കിരയാക്കി. 5 പേർ അറസ്റ്റിൽ. മധ്യപ്രദേശിൽ അതിശൈത്യത്തെ തുടർന്ന് വീടില്ലാത്തവരെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുമെന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ്. മാലദ്വീപ് പ്രസിഡന്റിന്റെയും ടൂറിസം മന്ത്രാലയത്തിന്റെയും വെബ്സൈറ്റുകൾ പുനഃസ്ഥാപിച്ചു. ഇന്നലെ മുതൽ വെബ്സൈറ്റുകൾ പ്രവർത്തനരഹിതമായിരുന്നു. ഗോതമ്പ് വിലവർധനയ്ക്കെതിരെ കശ്മീരിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധം. തീരുമാനം പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്ന് പ്രതിഷേധക്കാർ.
പ്രളയത്തിൽ വലഞ്ഞ് ഇംഗ്ലണ്ട്. നൂറുകണക്കിന് പേരെ ദുരിതബാധിത മേഖലകളിൽ നിന്ന് ഒഴിപ്പിച്ചു. തെക്കൻ ഇംഗ്ലണ്ടിൽ പ്രളയ മുന്നറിയിപ്പ്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. തമിഴ്നാട് പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തതിന് പിന്നാലെ വീണ്ടും പുലിയുടെ ആക്രമണം. ഗുഡല്ലൂർ പടച്ചേരിയിൽ യുവതിയെ പുലി ആക്രമിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെതിരെ പ്രതിഷേധം. പലസ്തീൻ അനുകൂല മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധം. വാഹനത്തിന് നേരെ ചുവന്ന പെയിന്റ് ഒഴിച്ചു. സംഭവം വെർജീനിയയിലെ വസതിക്ക് മുന്നിൽ. 100 ന്യൂസ് പൂർത്തിയാവുന്നു.